ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് എല്ലാം വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണത്? ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മനസ്സ് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം ഒരു ഫ്ലോയിൽ നടക്കുന്നത് പോലെ, എന്തിനും ഒരു ഇൻസ്പിറേഷനൊക്കെ തോന്നും ആ ദിവസം. ഒരു പ്രത്യേക ഊർജം നമ്മളിൽ നിറയുന്നത് പോലെ. എന്നാൽ മറ്റു ചില ദിവസങ്ങളിലോ എത്രയൊക്കെ നമ്മൾ പോസിറ്റീവ് ആകാൻ ശ്രമിച്ചാലും ഒരു തരം ഭാരം കയറ്റി വെച്ച പോലെ നമുക്ക് തോന്നും, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ്, ഒന്നിനും ഒരു ഉന്മേഷമില്ലായ്മ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. ക്വാണ്ടം ഫിസിക്സിലും നമ്മുടെ ശരീരശാസ്ത്രത്തിലും, അതായത് ന്യൂറോ ബയോളജിയിലും ഒക്കെ ഇതിന് വ്യക്തമായ അടിത്തറയുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ എനർജിയെ നമ്മൾ കാണുന്ന രീതി തന്നെ അടിമുടി മാറും, അത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹൈ വൈബ്രേഷനെ കുറിച്ചാണ്. വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാലും പലർക്കും ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ ഹൈ വൈബ്രേഷൻ എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കൊണ്ടുവരാൻ കഴിയുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹൈ വൈബ്രേഷൻ എന്ന് പറയുന്നത് വെറുതെ യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു നല്ല മൂഡാണെന്ന്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങ് ഉറപ്പിച്ചാൽ മാത്രം നേടാൻ പറ്റുന്ന ഒന്നാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് വളരെ നമ്മളുമായിട്ട് യോജിച്ചൊരവസ്ഥയാണ്. എന്താണ് അപ്പോൾ യോജിച്ചത് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ശരീരം, ഇവയെല്ലാം ഒരുമിച്ച് ഒരേ താളത്തിൽ ഒരു അലൈൻമെന്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം മെഷറബിൾ ആയ, അതായത് അളക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണിത്. ഇത് സാധാരണയായി യോഗികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത് നിങ്ങൾക്കും സാധിക്കും, ഈ നിമിഷം തന്നെ സാധിക്കും. എങ്ങനെയെന്ന് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ വളർത്തിയെടുക്കാമെന്നും പഠിച്ചാൽ മാത്രം മതി. നമ്മളിൽ മിക്കവാറും പേരും ജീവിതം മുഴുവൻ ഒരു ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ ലൂപ്പ്. രാവിലെ നമ്മൾ ഉറക്കമുണരുമ്പോൾ തന്നെ തലേ ദിവസത്തെ ടെൻഷനുകൾ, ആശങ്കകൾ, തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതെല്ലാം ഓർത്ത് നമുക്കൊരു തരം ഭാരം തോന്നും. ഒരേ ചിന്തകൾ, ഒരേ വികാരങ്ങൾ, ഒരേ തരം ശാരീരിക അവസ്ഥകൾ, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്വാണ്ടം സയൻസിന്റെ കാഴ്ചപ്പാടിൽ ഇത് വെറും ഒരു സൈക്കോളജിക്കൽ പാറ്റേൺ മാത്രമല്ല, ഇതൊരു വൈബ്രേഷണൽ ലൂപ്പാണ്. അതെങ്ങനെയാണെന്നല്ലേ? നമ്മുടെ ശരീരം ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ പോലെയാണ്. നമ്മൾ ഓരോ നിമിഷവും ഒരു തരം ഊർജ തരംഗങ്ങൾ, അതായത് ഫ്രീക്വൻസീസ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഫ്രീക്വൻസീസ് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള പ്രപഞ്ചത്തിലെ വലിയൊരു ക്വാണ്ടം ഫീൽഡുമായിട്ട് നിരന്തരം സംവാദിക്കുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തുവിടുന്ന ഈ തരംഗങ്ങളാണ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് എന്ത് തോന്നണം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്നതിനെയെല്ലാം സ്വാധീനിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും, ഹൈ വൈബ്രേഷൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ സന്തോഷം അഭിനയിക്കുകയോ നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങളെ അടിച്ചമർത്തുകയോ ചെയ്യുകയല്ലെന്ന്. അങ്ങനെയൊന്നുമല്ല. പകരം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ നെർവസ് സിസ്റ്റം, ഇവ തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഒരുപാട് പേര് ഹൈ വൈബ്രേഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതിനെ നമുക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഒരു ഇന്റേണൽ ഇൻസ്ട്രുമെന്റ് ട്യൂൺ ചെയ്യുന്നത് പോലെ കരുതാം. ഒരു വീണയോ ഗിറ്റാറോ ഒക്കെ ട്യൂൺ ചെയ്യുന്നത് പോലെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പുറത്തുവിടുന്ന സിഗ്നൽ വളരെ വ്യക്തവും സ്ഥിരവും ശക്തവുമാകും. ഈ സമയത്താണ് ക്വാണ്ടം ഫീൽഡ് നിങ്ങളോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നത്. എല്ലാം ഒരു സിങ്ക്രോണസിറ്റി പോലെ തോന്നും. കാരണം നിങ്ങൾ പരസ്പര വിരുദ്ധമായ ചിന്തകളിലും വിശ്വാസങ്ങളിലും ശ്രദ്ധ ചിതറിപ്പോകാതെ ഒരു നിരീക്ഷകനായിട്ട് മാറുകയാണ്. കുറച്ചുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പ്രപഞ്ചം നമ്മളോട് പല രീതിയിലും പ്രതികരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യാദൃശ്ചികമായ പല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് തോന്നും. നമ്മൾ അറിയാതെ നമ്മളെ സഹായിക്കാൻ ആളുകൾ വരും. ചിലപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത പുതിയ അവസരങ്ങൾ നമ്മളെ തേടിയെത്തും. ഇതിനെയെല്ലാം നമ്മൾ സിങ്ക്രോണസിറ്റി എന്ന് പറയാറില്ലേ?
ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ചിതറാതെ വ്യക്തമായ ഉദ്ദേശങ്ങളോടെ നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുകയാണിത്. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി ഒന്ന് നിരീക്ഷിക്കാം. നമുക്ക് ഒരു ചെറിയ പരീക്ഷണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു നിമിഷം നിങ്ങളുടെ എനർജി ഒന്ന് ശ്രദ്ധിക്കൂ. മാറ്റാൻ നോക്കണ്ട, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മതി. വെറുതെ ശ്രദ്ധിക്കുക, അത്രമാത്രം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എന്തു തോന്നുന്നു? നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്? നെഞ്ചിലൊരു ചെറിയ മുറുക്കമുണ്ടോ? അതോ ഒരു തരം തുറന്ന മനസ്സാണോ? യാതൊരുവിധ മുൻവിധികളുമില്ലാതെ നല്ലതോ ചീത്തയോ എന്ന് വേർതിരിക്കാതെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ അവസ്ഥയെ പതിയെ മാറ്റാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ വൈബ്രേഷനെ പതിവ് അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ പരിമിതപ്പെടുത്തുന്ന പാറ്റേണുകളിൽ നിന്ന് മാറ്റുകയും പുതിയ സാധ്യതകളിലേക്ക് വഴി തുറക്കുകയും ചെയ്യും. അതോടെ പുതിയ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത തുറക്കുന്നു. പ്രപഞ്ചത്തിന് തിരിച്ചറിയാനും പ്രതിഫലിക്കാനും കഴിയുന്ന ഒരു വ്യക്തമായ ഊർജ്ജ സിഗ്നൽ അങ്ങനെയാണ് രൂപപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വൈബ്രേഷനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി വരുന്നില്ലേ? പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പണ്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ ഹൈ വൈബ്രേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന്. അതിനെക്കുറിച്ച് പറയാം. നിങ്ങളൊരു പക്ഷേ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൈ വൈബ്രേഷൻ പെട്ടെന്നൊരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടില്ല. ഒറ്റ നിമിഷത്തെ കഠിനമായ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ നിരാശ കൊണ്ടോ ഒന്നും അത് നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകില്ല. പകരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് അത് പതിയെ പതിയെ കുറയുന്നത്. ഉദാഹരണത്തിന്, പ്രതികരിക്കേണ്ടിടത്ത് ചിന്തിക്കാതെ റിയാക്ട് ചെയ്യുമ്പോൾ. അടുത്തത്, ആഴത്തിൽ ശ്വാസം എടുക്കുന്നതിന് പകരം ടെൻഷൻ അടിച്ച് ശ്വാസം പിടിക്കുമ്പോൾ. അല്ലെങ്കിൽ പഴയ ദുരന്ത കഥകൾ വീണ്ടും വീണ്ടും മനസ്സിൽ ആവർത്തിക്കുമ്പോൾ. ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ എനർജി ചോർന്നു പോകുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി തിരികെ പിടിക്കാൻ സാധിക്കും, അത് ഉറപ്പാണ്. കാരണം നമ്മുടെ വൈബ്രേഷൻ ചെറിയ നിമിഷങ്ങളിലെ അബോധാവസ്ഥയിലൂടെ നഷ്ടപ്പെടുന്നുവെങ്കിൽ ചെറിയ നിമിഷങ്ങളിലെ ബോധാവസ്ഥയിലൂടെ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. ഇപ്പം മനസ്സിലായില്ലേ? ഇനി അറിയാനുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ ഹൃദയത്തിന് എത്ര വലിയ ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ന്യൂറോ കാർഡിയോളജിയിലെ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യ ഹൃദയം നമ്മുടെ തലച്ചോറിനേക്കാൾ എത്രയോ ശക്തമായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തുവിടുന്നുണ്ടെന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയകരമായി തോന്നാം. കാരണം നമ്മൾ ഇതുവരെ തലച്ചോറിനെ കുറിച്ചാണ് പല പല ക്ലാസ്സുകളിലും പറഞ്ഞത്, അല്ലേ? നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ, സ്നേഹത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശാന്തമായിരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ വികാരങ്ങളും ഹൃദയമിടിപ്പും ശ്വാസവും എല്ലാം ഒരേപോലെ താളത്തിൽ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും വളരെ ചിട്ടയായ, അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു എനർജി ഫീൽഡ് നിങ്ങൾ പുറത്തുവിടുന്നു. ഇത് വെറും ഒരു സാങ്കല്പികമായ കാര്യമല്ല, ഇത് മെഷറബിൾ ആണ്, അതായത് അളക്കാൻ പറ്റുന്നതാണ്. ഗവേഷകർക്ക് ഈ മാറ്റം തത്സമയം നിരീക്ഷിക്കാൻ കഴിയും. ഈ അവസ്ഥ നിങ്ങൾ കുറച്ചു നേരം നിലനിർത്തുകയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ മാറ്റുന്നു, നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നു, നിങ്ങളുടെ തലച്ചോറ് വിവരങ്ങളെ വിശകലനം ചെയ്യുന്ന രീതിയെ തന്നെ മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ലോകത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ തുടങ്ങും. കാര്യങ്ങളോട് വെറുതെ പ്രതികരിക്കുന്നതിനു പകരം കൂടുതൽ സർഗാത്മകമായി അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതായത് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് മാത്രം കാണാതെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് കൂടുതൽ സജ്ജമാകും. ഇതെല്ലാം എന്തിനാണ് ഇത്ര പ്രധാനമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. കാരണം പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോട് മാത്രമല്ല പ്രതികരിക്കുന്നത്, നിങ്ങൾ മൊത്തത്തിൽ പുറത്തുവിടുന്ന സിഗ്നലിനോട് ആണത് പ്രതികരിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങൾ ചിന്തകളിലൂടെ എനിക്ക് അബണ്ടൻസ് വേണമെന്ന് പറഞ്ഞേക്കാം, പക്ഷെ നിങ്ങളുടെ ശരീരം സ്ട്രെസ്സിലും ഒരുതരം കുറവുകളുടെ അവസ്ഥയിലും വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ പരസ്പര വിരുദ്ധമല്ലേ?
ക്വാണ്ടം സയൻസിൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഇതൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള സിഗ്നലാണ്. അത് ചിലപ്പോൾ പ്രവചനാതീതമായ ഫലങ്ങളായിരിക്കും നമുക്ക് തരുന്നത്. പലപ്പോഴും നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ തന്നെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് പലരും എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചതിന് ശേഷം വല്ലാതെ ക്ഷീണിക്കുന്നതായിട്ട് പറയുന്നത്. അവർ അവരുടെ ഊർജ്ജതലവുമായിട്ട് സ്വയം പോരാടുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ആന്തരിക സംഘർഷം, അതായത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ്. ഇത് നിങ്ങളുടെ വികാരങ്ങളെ ഒതുക്കി വെക്കുന്നതിനെ കുറിച്ചോ എപ്പോഴും സന്തോഷം അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. മറിച്ച് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ യോജിപ്പുള്ള അവസ്ഥയിലേക്ക്, അതായത് അലൈൻമെന്റ്, വീണ്ടും വീണ്ടും മടങ്ങി വരുന്നതിലാണെന്ന് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ ഈ പറയുന്നത് പെർഫെക്ഷനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. ആർക്കും 24 മണിക്കൂറും ഹൈ വൈബ്രേഷനിൽ ഇരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇത് നിങ്ങൾ ആ ഒരു അലൈൻമെന്റിൽ നിന്ന് മാറുമ്പോൾ അത് ശ്രദ്ധിക്കാനും എന്നിട്ട് സ്വയം പതിയെ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കാനുമുള്ളൊരു കഴിവ് വളർത്തുന്നതിനെ കുറിച്ചാണ്. കാലക്രമേണ ഇത് നിങ്ങളുടെ സ്വതസിദ്ധമായ അവസ്ഥയിലേക്ക് മാറും, അതായത് ഡീഫോൾട്ട് സ്റ്റേറ്റിലേക്ക് മാറും. ചില ആളുകൾക്ക് എപ്പോഴും ഒരുതരം ശാന്തമായ ആത്മവിശ്വാസം പ്രസരിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാതെ അവസരങ്ങൾ ആകർഷിക്കാനും കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാരണം. അവർ ഒരു വ്യക്തമായ എനർജി ഫീൽഡ് നിലനിർത്താൻ പഠിച്ചിരിക്കുന്നു. അവർ വ്യത്യസ്തമായി ചിന്തിക്കുക മാത്രമല്ല, വ്യത്യസ്തമായ ഒരു ഫ്രീക്വൻസി അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. പ്രപഞ്ചം നമ്മളുമായി സഹകരിക്കുന്ന ഒന്നായതുകൊണ്ട് നമ്മുടെ നിരീക്ഷണം, നമ്മുടെ വികാരം, നമ്മുടെ ഉദ്ദേശം എന്നിവയെല്ലാം യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു. ഇനി നിങ്ങളുടെ ഫ്രീക്വൻസി എങ്ങനെ ഉയർത്താൻ നോക്കാം. ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങളിൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ഉയർന്ന ഫ്രീക്വൻസിയെ പിന്തുണയ്ക്കാൻ എങ്ങനെ പരിശീലിപ്പിക്കാമെന്നും രാവിലെ ചെയ്യുന്ന ഒരു ലളിതമായ മോർണിംഗ് പ്രാക്ടീസ് എങ്ങനെ നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ മാറ്റിമറിക്കുമെന്നും എനർജറ്റിക് അലൈൻമെന്റിന്റെ സൂക്ഷ്മമായ മാറ്റങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ തുടരുക. കാരണം ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം വൈബ്രേഷനെ നിരീക്ഷിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരാളായി മാറുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും. ഏതൊരു അഫർമേഷനേക്കാളും ഏതൊരു ടെക്നിക്കിനേക്കാളും നിങ്ങളുടെ ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങളെ ഇത് സഹായിക്കും. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു വൈബ്രേഷൻ എന്നത് വെറും ഒരു ഇമോഷണൽ സ്റ്റേറ്റ് മാത്രമല്ലെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ മൊത്തം സിസ്റ്റം, പ്രപഞ്ചവുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇത് തത്വശാസ്ത്രമൊന്നുമല്ല, ഇത് ഫിസിക്സ് ആണ്. ഇനി നമുക്ക് ആ മോർണിംഗ് പ്രാക്ടീസിനെ കുറിച്ച് നോക്കാം. അതായത് നിങ്ങളുടെ മോർണിംഗ് റൊട്ടീനും വൈബ്രേഷനും. നമ്മുടെ ഒരു ദിവസം മുഴുവൻ ഒരു ഹൈ വൈബ്രേഷൻ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രഭാതം നിങ്ങൾ എങ്ങനെ തുടങ്ങുന്നു എന്നത്. നിങ്ങൾ രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേവ്സ് സ്വാഭാവികമായി തീറ്റയിൽ നിന്നും ബീറ്റ ഫ്രീക്വൻസിയിലേക്ക് മാറുന്ന സമയമാണ്. ഈ മാറ്റം സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ ഉപബോധ മനസ്സ് വളരെ വേഗം കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ശരീരം അതിൻ്റെ പതിവായിട്ട് നടക്കുന്ന ആ ഒരു സ്ട്രെസ് റെസ്പോൺസ്, അതായത് സമ്മർദ്ദ പ്രതികരണങ്ങൾ പൂർണ്ണമായിട്ടും റീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഈ സമയത്താണ് നമ്മുടെ ഒരു ദിവസം മുഴുവൻ ഒരു നല്ല ഊർജ്ജ അടിത്തറയിടാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശക്തമായ അവസരം. പലരും രാവിലെ ഉണരുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നു, മെസ്സേജ് നോക്കുന്നു, തലക്കെട്ടുകൾ വായിക്കുന്നു, ഇന്നലത്തെ വിഷമങ്ങൾ ഓർക്കുന്നു. അവർ അറിയാതെ തന്നെ അവരുടെ ഒരു നാഡീ വ്യവസ്ഥയെ പഴയ സമ്മർദ്ദാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയാണ്. ഇത് അവരുടെ വൈബ്രേഷനെ തന്നെ മാറ്റിമറിക്കും. എന്നാൽ നിങ്ങൾ ലോകവുമായി ഇടപെടുന്നതിന് മുമ്പ് മനഃപൂർവ്വം ഒരു വ്യക്തമായ ഊർജ്ജനില, അതായത് എനർജി ലെവൽ ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഫീൽഡ്, അതായത് ഊർജ്ജമണ്ഡലം, ഒരു സ്ഥിരമായ ഫ്രീക്വൻസി പുറത്തുവിടാൻ നിങ്ങൾ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെറും ഒരു ഫീൽ ഗുഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിൽ നിന്നും പ്രസരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പാറ്റേണുകളിൽ അളക്കാൻ കഴിയുന്നൊരു മാറ്റമാണിത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു അടിസ്ഥാനപരമായ ഒരു പരിശീലനമാണ്. ഇത് നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാം. ഇത് വളരെ ലളിതമാണ്,
നിങ്ങൾ നിങ്ങളുടെ ശ്വാസം സാവധാനമാക്കുകയും നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ, അതായത് നെർവസ് സിസ്റ്റത്തിനെ നിങ്ങൾ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നു, അതായത് ഒരു ബാലൻസിൽ എത്തിക്കുന്നു. ഈ ബാലൻസ് ആണ് ഉയർന്ന വൈബ്രേഷന്റെ ശാരീരിക അടിസ്ഥാനം. ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഇത് തുടങ്ങേണ്ട സമയം നിങ്ങൾ ഉണരുന്ന നിമിഷമാണ്. ഫോൺ എടുക്കുന്നതിനോ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനോ മുൻപ് നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത്, അതായത് ഹൃദയത്തിന് മുകളിൽ വെക്കുക. നിങ്ങൾക്ക് സൗകര്യപ്രദമാണെങ്കിൽ കണ്ണുകൾ അടയ്ക്കാം. ഇനി രണ്ടാമത്തേത് ശ്വാസം നിരീക്ഷിക്കുക. ആദ്യം നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. അതിനെ മാറ്റാൻ ശ്രമിക്കരുത്. അത് എങ്ങനെയാണ് അകത്തേക്കും പുറത്തേക്കും പോകുന്നത്, ആ താളം ഒന്ന് ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തേത് താളം ക്രമീകരിക്കുക. അടുത്തതായി നിങ്ങളുടെ ശ്വാസം പതിയെ സുഗമവും ഒരേ താളത്തിലുള്ള ഒരു ശ്വാസമാക്കി മാറ്റുക. ഏകദേശം 5 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 5 സെക്കൻഡ് ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നാലാമത്തേത് ഹൃദയത്തിലൂടെ ശ്വാസം എടുക്കുക. നിങ്ങൾ ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് തുടരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ നേരിട്ട് ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ശാന്തവും വ്യക്തവുമായ ഊർജം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വലിച്ചെടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലെ പിരിമുറുക്കങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പുറത്തുവിടുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി അഞ്ചാമത്തേത്, ഈ താളത്തിൽ ശ്വാസമെടുക്കുന്നത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷകരമായ ഒരു വികാരം, അതായത് സന്തോഷകരമായ ഒരു ഫീലിങ്സ് കൊണ്ടുവരിക. അതൊരു പ്രിയപ്പെട്ട വ്യക്തിയോടുള്ള സ്നേഹമാകാം, അല്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന ഒരു ഓർമ്മയാകാം, അല്ലെങ്കിൽ ഈ നിമിഷം ജീവിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു നന്ദിയാകാം. ഈ വികാരം നിങ്ങളുടെ നെഞ്ചിൽ വ്യാപിക്കാൻ അനുവദിക്കുക. ഈ പരിശീലനം 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയ താളങ്ങൾ നിങ്ങളുടെ ശ്വാസവുമായിട്ട് പൂർണ്ണമായിട്ടും ബാലൻസ് ആകാൻ തുടങ്ങും. ഇത് ശരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന, അതായത് അളക്കാൻ കഴിയുന്ന ഒരു താളാത്മക പാറ്റേൺ ആണ്. ഇത് നിങ്ങളുടെ ശാരീരിക വ്യവസ്ഥയെ മുഴുവൻ സ്ഥിരപ്പെടുത്തുന്നു. നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ ചിട്ടയായ തരംഗരൂപത്തിലേക്ക് മാറുന്നു. ഇത് നിങ്ങളുടെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നു, അതായത് ബാലൻസ് മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ വ്യക്തമാകുന്നു. പ്രായോഗികമായി പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധശേഷി, പിന്നെ ഈസിനെസ്, അതായത് എളുപ്പം തുടങ്ങിയ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള വികാരങ്ങൾ ദിവസം മുഴുവൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഈ വ്യക്തമായ ഊർജ്ജമണ്ഡലം, അതായത് എനർജി ഫീൽഡ് നിങ്ങളുടെ ശരീരത്തിൽ ഒതുങ്ങുന്നില്ല. ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുറച്ചടി ദൂരത്തേക്ക് വ്യാപിക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെയും സ്ഥലങ്ങളുടെയും എനർജി ഫീൽഡുമായിട്ട് സംവദിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു മുറിയിലേക്ക് വളരെ ശാന്തനും നിങ്ങളുടെ ഊർജത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങളോട് വ്യത്യസ്തമായിട്ട് പ്രതികരിക്കാൻ തോന്നുന്നത്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഇത് നിങ്ങളുടെ ആകർഷണ ശക്തിയല്ല, ഇത് നിങ്ങളുടെ ഊർജ്ജ സ്ഥിരതയാണ്. ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലും ഒരു വലിയ സ്വാധീനം ചെലുത്തും. പ്രാക്ടീസ് നിങ്ങളുടെ നിരാശയോ ഭയമോ കൊണ്ട് പ്രതികരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സാഹചര്യങ്ങളെ നിഷ്പക്ഷമായി നിരീക്ഷിക്കാനും സർഗാത്മകമായി അതിനോട് പ്രതികരിക്കാനും കൂടുതൽ കഴിയും. നല്ല ഫലം കാണാൻ വേണ്ടി എത്രത്തോളം ഇത് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. ഉത്തരം വളരെ ലളിതമാണ്. വെറും 3 മിനിറ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ മണിക്കൂറോളം മാറ്റാൻ കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്ഥിരമായി ഇത് പരിശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ നാഡീവ്യവസ്ഥ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ പോലും യാന്ത്രികമായി ഈ അടിസ്ഥാന നിലയിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ പഠിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഇതൊരു തവണ മാത്രം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ചെയ്യില്ല. ഇത് ഡെയിലി റൊട്ടീൻ ആയാൽ മാത്രമേ ഇത് നമുക്ക് ഉപകാരപ്പെടൂ. ഇനിയിപ്പോൾ ദിവസവും എങ്ങനെ വൈബ്രേഷൻ നിലനിർത്താം എന്ന് നോക്കാം. നമ്മൾ രാവിലെ നല്ലൊരു എനർജിയിൽ ഉണരുന്നത് ഒരു കാര്യമാണ്. എന്നാൽ ദിവസം മുഴുവൻ ഈ ഒരു എനർജി എങ്ങനെ നിലനിർത്തും? ഇതാണ് പലപ്പോഴും നമ്മുടെ വെല്ലുവിളി. ദിവസത്തിൽ പല പ്രശ്നങ്ങൾ വരാം. ആളുകളുടെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പഴയ സ്വഭാവത്തിലേക്ക്, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്കോ വിഷമത്തിലേക്കോ നമ്മൾ അറിയാതെ മാറും. ഇതൊഴിവാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് മൈക്രോ റീസെറ്റ്. പേര് കേട്ട് പേടിക്കണ്ട, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കടമോ ദേഷ്യമോ വന്നാൽ, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ തോന്നിയാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നിമിഷം നിർത്തുക. അതായത് ചെറിയൊരു ഇടവേള. അതിനുശേഷം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തേതായി വിശ്രമിക്കുക. തോളുകൾ അയച്ചിട്ട് കസേരയിലോ നിലത്തോ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായും നൽകുക. ഭൂമി നിങ്ങളെ താങ്ങി നിർത്തുന്നത് അനുഭവിക്കുക. മൂന്നാമത്തേതായി പതിയെ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുക. ഇതൊരു ദീർഘനിശ്വാസം പോലെ ചെയ്യുക. നാലാമത്തേതായിട്ട് ഹൃദയത്തിലേക്കുള്ള ശ്രദ്ധ. രാവിലെ നിങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും നന്ദിയോ അല്ലെങ്കിൽ ശാന്തതയോ പോലുള്ള നല്ല ഒരു ഫീലിങ്സ് ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഈ ഒരു ചെറിയ പ്രവൃത്തി നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ശാന്തതയും വ്യക്തതയും തോന്നും. ഇത് നിങ്ങളെ പോസിറ്റീവാക്കാൻ നിർബന്ധിക്കുന്നതൊന്നുമല്ല, മറിച്ച് നിങ്ങൾക്ക് സ്വയം ശാന്തമാകാനുള്ള അവസരം നൽകുകയാണ്. പതിയെ പതിയെ സമ്മർദ്ദം വരുമ്പോൾ പോലും വേഗത്തിൽ ശാന്തമാകാൻ നിങ്ങളുടെ മനസ്സ് പഠിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ ഹൈ വൈബ്രേഷൻ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോക്കസ്. നമ്മളിൽ പലരും ദിവസം മുഴുവൻ പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരിക്കുന്നതിനാൽ എനർജി നഷ്ടപ്പെടാറുണ്ട്. അതായത് ഈ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ, പിന്നെ വെറുതെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, പിന്നെ നെഗറ്റീവ് സംസാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഊർജം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരുപാട് തിരക്കില്ലാത്ത ദിവസങ്ങളിലും വൈകുന്നേരമാവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നത്. ഇതൊഴിവാക്കാനുള്ളൊരു വഴി, ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അതിൻ്റെ രുചിയും മണവും ഒക്കെ ആസ്വദിക്കുക. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നൽകുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഊർജം സംരക്ഷിക്കും. അതായത് ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ എനർജി ലാഭിക്കുക മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ഗോൾസ് എളുപ്പത്തിൽ നേടാൻ സഹായിക്കും. ദിവസം മുഴുവൻ ഇത് ഓർക്കാൻ സഹായിക്കുന്ന ചെറിയ ശീലങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന്, കൈ കഴുകുമ്പോൾ ഞാൻ ഊർജമാണ് എന്ന് മനസ്സിൽ പറയാം. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ ഒരു നിമിഷം നിന്ന് നിങ്ങളുടെ ഊർജം ശരിയാക്കാം. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ദിവസം മുഴുവൻ സന്തോഷത്തിലായിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ അത് ശ്രദ്ധിക്കുകയും വേഗത്തിൽ ആ നല്ല എനർജിയിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുകയും ചെയ്താൽ മതി. ഇതാണ് ഉയർന്ന എനർജി നിലനിർത്തുന്നവരുടെ രഹസ്യം. അവർ പ്രശ്നങ്ങളെ ഒഴിവാക്കുകയൊന്നുമല്ല, മറിച്ച് അതിനെ നേരിടാൻ സ്വയം സജ്ജരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നല്ല ഊർജം എങ്ങനെ നിലനിർത്താമെന്നാണ് കണ്ടത്. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ഒരു എനർജിയെ സംരക്ഷിക്കുക. നമ്മൾ പറയുന്നത് ആരെങ്കിലും നമ്മളെ ദ്രോഹിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ചുറ്റും ഒരു നല്ല ഊർജ മണ്ഡലം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഇത് നിങ്ങളുമായി യോജിക്കാത്ത നെഗറ്റീവ് കാര്യങ്ങളെ തടഞ്ഞു നിർത്തും. നമ്മുടെ ഹൃദയം വളരെ ശക്തമായ ഒരു എനർജി ഫീൽഡ് പുറത്തുവിടുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ ഒരു ഫീൽഡ് ശാന്തമായിരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ വികാരങ്ങളും ശ്വാസവും നെർവസ് സിസ്റ്റവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതൊരു തരം എനർജി ബൗണ്ടറി ഉണ്ടാക്കും. ആളുകൾക്ക് അത് അനുഭവപ്പെടും. ഭയമില്ലാതെ നിങ്ങളുടെ വൈബ്രേഷനുമായി മാച്ച് അല്ലാത്തതിനെ നിങ്ങൾ സ്വാഭാവികമായി ഒഴിവാക്കും. ഈ ഒരു സംരക്ഷണം, അതായത് ഈ ഒരു പ്രൊട്ടക്ഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം.
കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക. സാവധാനത്തിലും താളത്തിലും ശ്വാസമെടുക്കുക. ഓരോ ശ്വാസത്തിലും സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ ഒരു തിളക്കമുള്ള ഊർജ കവചമായി വ്യാപിക്കുന്നത് അനുഭവിക്കുക. ഈ ഒരു കവചം ഒരു മതിലല്ല, മറിച്ച് ജീവനുള്ള ഒരു ഊർജ വലയമാണ്. ഇത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന നല്ല കാര്യങ്ങളെ അകത്തേക്ക് കടത്തിവിടുകയും അല്ലാത്തവയെ തടയുകയും ചെയ്യും. നിങ്ങൾ ഈ കവചത്തെ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നെഞ്ചിലൊരു ചൂട് അല്ലെങ്കിൽ ഒരു തരിപ്പുണ്ടാവും. ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ സുരക്ഷിതനാക്കുന്നതിനും അപ്പുറം ലോകവുമായി ഇടപഴകുന്ന നിങ്ങളുടെ രീതി മാറ്റുന്നു. ടെൻഷനുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ അത്രയധികം ബാധിക്കില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളെ പിടികൂടാതെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ എവിടെ ചെന്നാലും ഒരു ശാന്തതയും സ്ഥിരതയുള്ളതുമായ ഒരു ശക്തിയായിട്ട് നിങ്ങൾ മാറും. ഒരു മീറ്റിങ്ങിന് മുൻപോ തിരക്കേറിയ സ്ഥലത്ത് പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഈ ഗോൾഡൻ കളറിലെ എനർജി ഫീൽഡ് നിങ്ങൾക്ക് ഓർമ്മിക്കാം. ഒരൊറ്റ ദീർഘശ്വാസം മതി ഈ ഊർജവുമായി വീണ്ടും ബന്ധപ്പെടാൻ. പതിയെ പതിയെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ക്ഷീണിപ്പിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങളെ ബാധിക്കാതെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനും സംരക്ഷിക്കാനും പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥത തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്രാക്ടീസിലേക്ക് തിരികെ വരാൻ നിങ്ങൾക്ക് കഴിയും. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള പ്രാക്ടീസാണിത്. കാരണം ഹൈ വൈബ്രേഷൻ എന്നത് ഒരിക്കലും നേടി മറക്കുന്ന ഒന്നൊന്നുമല്ല. അത് ഓരോ നിമിഷവും നിങ്ങൾ വളർത്തേണ്ട ഒന്നാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്